എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് പ്രൊഡക്ടിവിറ്റി ടിപ്സും ടെക്നിക്സും ഡിസ്കസ് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്നലെ മൺഡേ മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. സോ ഈ എപ്പിസോഡ് ഒന്നുകൂടി ഒരു മാഷപ്പ് എപ്പിസോഡാണ്. 2 എപ്പിസോഡുകളുടെ കോക്ടെയിലാണ്. അതായത് മൺഡേ മോട്ടിവേഷനും കൂടാതെ പ്രൊഡക്ടിവിറ്റി ടിപ്സ് ആൻഡ് ടെക്നിക്സും. സോ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. രാവിലെ എണീറ്റ്, അതായത് ഏർലി മോർണിംഗ് ബേർഡ്സ് എന്ന് വിളിക്കാറുണ്ട് വളരെ സ്നേഹത്തോടെ. ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഫീച്ചർ ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് രാവിലെ എണീക്കുന്നത് നല്ലതാണ്. രാവിലെ എണീറ്റ് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിവസം വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഉപയോഗം പല രീതിയിൽ പല സ്ഥലങ്ങളിൽ കോട്ടുകളായിട്ടും മോട്ടിവേഷണൽ ടോക്സ് ആയിട്ടും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട്. ഉപദേശങ്ങൾ പലതും രാവിലെ എണീറ്റ് പഠിച്ചാൽ നല്ലതാകും എന്ന കാര്യമാണ്. അതോടൊപ്പം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ പൊതുവെ എല്ലാ സ്ഥലത്തും റിഫ്ലക്റ്റ് ചെയ്തും കാണാറുണ്ട്. അതായത് ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഹെൽത്തി ആകണം, നിങ്ങൾക്ക് വെൽത്തി ആകണം, നിങ്ങൾക്ക് വൈസ് ആകണമെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏർലി മോർണിംഗ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അത് നിങ്ങളുടെ കരിയറിലും വളരെ വലിയ ഒരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ടോപ്പിക് ഡിസ്കഷൻ അഗെയിൻ വി ആർ ഗോയിങ് ടു മേക്ക് ഇൻ 3 ഡിവിഷൻസ്. 3 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ഡിസ്കഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ 3 ഭാഗങ്ങളിലും മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് റീസൺസ്, കാരണങ്ങളാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഏർലി മോർണിംഗ്, അതായത് അതിരാവിലെയുള്ള നിങ്ങളുടെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന കാര്യത്തിന് ശക്തി പകരുന്ന കാര്യങ്ങളാണ്. സോ മെഡിക്കൽ റീസൺസ് ആണ് ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തേത് സൈക്കോളജിക്കൽ റീസൺസും, മൂന്നാമത്തേത് ഹെൽത്ത് റീസൺസുമാണ്. സോ ഈ കാരണങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കഷൻ മോഡിൽ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സും ഉപയോഗിക്കാവുന്നതാണ്. സോ മെഡിക്കൽ റീസൺസിൽ ആദ്യമായിട്ടുള്ളതാണ് ഹെൽത്തി ഡയറ്റ് എന്നുള്ളത്. അതായത് നല്ല ഒരു ഭക്ഷണ രീതി, ഭക്ഷണക്രമം സ്റ്റാർട്ട് ചെയ്യാൻ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുക വളരെ നിർബന്ധമാണ്. അത് നമ്മുടെ ഡയറ്റിനെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി വെൻ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണം എന്നുള്ളത്. പല കൂട്ടുകാരും പ്രത്യേകിച്ച് ഗൾഫിലും അല്ലെങ്കിൽ പ്രവാസം ഫോളോ ചെയ്യുന്ന ബാച്ചിലേഴ്സ് മെയിനായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ലഞ്ചിനോടൊന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേർത്ത് അതിനെ വളരെ സ്നേഹത്തോടെ പ്രേമത്തോടെ ബ്രഞ്ച് എന്നൊക്കെ വിളിച്ച് നടന്ന് വലിയ ഒരു പ്രൗഡായ വലിയൊരു സംഭവമായി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ പൊട്ടത്തരമാണ്. അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാരകമായ പല രോഗങ്ങളുമുണ്ട്. അൾസർ പോലെ, ഡയബറ്റിസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അതായത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന കാര്യം തന്നെയാണ്. പൊതുവെ പറയാറുള്ള വേറൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിലാണ്, അതിനുശേഷം ലഞ്ചിലും, അതിനുശേഷം വളരെ കുറച്ചാണ് ഡിന്നർ കഴിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ പലരും അതിൽ ഓപ്പോസിറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഹെൽത്ത് വൈസും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഏതായിരുന്നാലും രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോഴാണ് ഗ്ലോയിങ് സ്കിൻ, അതായത് നമ്മുടെ ചർമ്മകാന്തി എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഫെയർ ആൻഡ് ലവ്ലിയും അതുപോലുള്ള പ്രൊഡക്ട്സുകളും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഫോട്ടോഷോപ്പ് ചെയ്തൊക്കെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ മോഡിലേക്ക് പോകാതെ സ്വന്തമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാച്ചുറലായിട്ട് ഒരു ഹെൽത്തി സ്കിൻ, ഒരു ഗ്ലോയിങ് സ്കിന്നൊക്കെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും രാവിലെ തന്നെ നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ എന്ന് പറയുമ്പോൾ അതിരാവിലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രാവിലെ ഒരു 5 AM അല്ലെങ്കിൽ ഒരു 4 AM ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനൊരു കാരണം കൂടിയുണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടി. അതായത് രാവിലെ തന്നെ എണീക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കും, ഹൈഡ്രേഷൻ നടക്കുന്നുണ്ട്. കൂടാതെ എക്സസൈസിൽ, അതായത് ഈവൻ എ വാക്ക് ഓർ എ റൺ, രാവിലെ തന്നെ നടക്കുകയോ അല്ലെങ്കിൽ ഓടുകയോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോകാൻ പറ്റുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി ഏത് രീതിയിലുള്ള വ്യായാമവും നമുക്ക് പഠിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഓക്സിജനേഷൻ നടത്തുകയും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോംപ്റ്റ് ആക്കുകയും നല്ല രീതിയിലുള്ള സ്കിൻ
നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമെന്നുള്ളത്. പ്രത്യേകിച്ച് കോവിഡ് സമയമൊക്കെയാണ്. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തുന്ന ആൾക്കാരുണ്ട്. അവർ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പ്രോപ്പറായ സ്ലീപ്പ്, അതായത് ഉറക്കം ആവശ്യമാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം പല കൂട്ടുകാർക്കും രാത്രി ഉറങ്ങാൻ സമയമില്ല, അഫെയറൊക്കെ ഉണ്ടെങ്കിൽ ഉറങ്ങാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. സോ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു രീതിയാണ്. ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന T സെൽസ് ഒക്കെ വളരെ നല്ല രീതിയിൽ എനർജൈസ് ചെയ്യാൻ അത്യാവശ്യത്തിന് ഉറക്കമൊക്കെ വേണം. സോ നേരത്തെ ഉറങ്ങുക, അതായത് ഒരു 9:30, 10, 10:30 ഉറങ്ങുക, എന്നിട്ട് അതിരാവിലെ എണീക്കുക എന്നൊക്കെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം പവർഫുൾ ആണെങ്കിൽ കോവിഡ് പോലെയുള്ള വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും നമ്മുടെ അടുത്ത് വരില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാത്രി വരെ ഇരുന്ന് നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, രാത്രി നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. പ്രൊഡക്ടിവിറ്റിയിൽ കാര്യമായ യാതൊരു പങ്കും നൽകാത്ത ഈ ആക്ടിവിറ്റീസിനെയൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ നിങ്ങൾക്ക് കരിയറിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിരാവിലെയുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നല്ലത്. സൈക്കോളജിക്കൽ റീസൺ, അതായത് സൈക്കോളജി എങ്ങനെ രാവിലെ എണീക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. സോ നമ്മുടെ ഇംപ്രൂവിങ് കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ നടക്കുന്നത് രാവിലെയുള്ള ലൈഫ് സ്റ്റൈലാണ്. നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മിനിമം 3 ആഴ്ചയെങ്കിലും ഈ ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ വളരെ നല്ല രീതിയിൽ ഉയർന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതിന് റീസണുണ്ട്. അതായത് വെൽ സർക്കുലേഷൻ ഓഫ് ഓക്സിജൻ ത്രൂ ബ്ലഡ് തന്നെയാണ് നമ്മുടെ ബ്രെയിനിനെ നല്ല രീതിയിൽ തന്നെ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് എക്സസൈസ് ഒഴിവാക്കാൻ എക്സ്ക്യൂസ് നൽകുന്നില്ല എന്നുള്ളത്. അതായത് പല കൂട്ടുകാരും രാവിലെ എണീക്കാറില്ല, ഓഫീസിലേക്കോ സ്കൂളിലേക്കോ എണീക്കുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പായിട്ട് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം സ്കൂളിലെത്തുന്ന, ബസ്സിലേക്ക് ഓടുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നിട്ട് വൈകുന്നേരം വന്നിട്ടാണ് ജിമ്മിലും അല്ലെങ്കിൽ വാക്കിങ്ങിനും അല്ലെങ്കിൽ റണ്ണിങ്ങിനും ഒക്കെ പോകാറ്. 1-2 ദിവസം കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള പല കാര്യങ്ങളും എക്സ്ക്യൂസസായി നേടി ഇതും ഒഴിവാക്കുന്ന രീതിയാണ്. സോ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വ്യായാമത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാതിരിക്കാൻ നിങ്ങൾ രാവിലെയാണ് എണീക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ്ലി യു ക്യാൻ ഗോ ഫോർ യുവർ റണ്ണിങ്, വാക്കിംഗ് അല്ലെങ്കിൽ ജിം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യായാമം ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള എക്സ്ക്യൂസും ലഭിക്കാതെ നല്ല ഒരു വ്യായാമത്തിൽ കൂടി നല്ലൊരു ബോഡി ഷേപ്പ് സഹായിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും വളരെയധികം കൂടുമെന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ബാക്കിയുള്ള എല്ലാവരേക്കാളും ഒരു ദിവസം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന ഒരു അഡ്വാൻറ്റേജ് കൂടി നിങ്ങൾക്കുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കരിയർ രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. സോ എല്ലാവരും ഒരു 6 മണിക്ക് 7 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ 5 അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവരെക്കാൾ വളരെ മുന്നിൽ നിങ്ങൾ എത്തുന്നു വെൻ ദേ ആർ വേക്കിംഗ് അപ്പ്. അപ്പോൾ അവർ അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ലഭിക്കുന്നു. ഇത് 1, 2, 3 വർഷം കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വലിയ സക്സസ്ഫുൾ പേഴ്സണായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ എണീറ്റത് കൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വ്യക്തമായ പ്ലാനിങ്ങും ആക്ഷൻ പ്ലാൻസും അതോടൊപ്പം ഒരു ഒബ്ജക്റ്റീവും വിഷനും ഒക്കെ വേണം. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കരിയറിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത് ടുവേർഡ്സ് ദാറ്റ് യു ഹാവ് ടു ആക്ട്. സോ അതിനാവശ്യമാണ് നിങ്ങൾക്ക് ഈ ഏർലി മോർണിംഗ് അവേഴ്സ് എന്നുള്ളത്. ഇനി നാലാമത്തെ കാര്യമാണ്, ഫാമിലി ആൻഡ് സോഷ്യൽ ടൈം നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ ലഭിക്കുന്നു എന്നുള്ളത്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്താൽ വൈകുന്നേരം നിങ്ങളുടേതാണ്. സോ ഓഫീസിൽ നിന്നോ സ്കൂളിൽ നിന്നോ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുകയോ ഓടാൻ പോകുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിലപ്പെട്ട ഫാമിലി ടൈം ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, പല യുവതലമുറകളും ജീവിതത്തിൻ്റെ 3/4 ഭാഗവും സ്ക്രീനിൻ്റെ മുമ്പിൽ, അതായത് മൊബൈലായാലും മോണിറ്ററായാലും ലാപ്ടോപ്പ് ആയാലും അതിൻ്റെ മുമ്പിൽ ചിലവഴിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അത് ആദ്യം ഒഴിവാക്കുക.
ഉപയോഗം കുറച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലിയെയും സൊസൈറ്റിയെയും ഒക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. 5ാമത്തെ കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ. അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിരാവിലെ എണീക്കുക, രാവിലെ അലാം അടിക്കുമ്പോൾ സ്നൂസ് അടിക്കാതെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. സോ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. യൂട്യൂബിലും മറ്റും പല എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകാം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാകാം, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളൊരു വലിയ കോടീശ്വരനാകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. അതൊക്കെ ട്രൈഡ് ആയ അറ്റംപ്റ്റ്സ് അല്ല. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്, വർക്കബിളായ സൊല്യൂഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും ഡിസിപ്ലിൻ അതിൻ്റെ ഭാഗമാണ്. സെൽഫ് ഡിസിപ്ലിൻ പഠിക്കുക തന്നെ വേണം. സെൽഫ് ഡിസിപ്ലിൻ പഠിക്കാൻ ആദ്യത്തെ മുറ എന്നുള്ളത് തീർച്ചയായും നിങ്ങളുടെ രാവിലെ എണീക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. 3ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് ഹെൽത്ത് റീസൺസ് എന്നുള്ളത്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഏർലി മോർണിംഗ് എക്സസൈസും കൂടാതെ ആ രീതിയിൽ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫ്രഷ്നെസ്സും എനർജിയും ഒക്കെയാണ്. 2ാമത്തെ കാര്യമാണ് മോർ എനർജി ത്രൂ ഔട്ട് ദ ഡേ. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഏർലി മോർണിംഗിൽ ഉണ്ടാക്കിയെടുക്കുന്ന എനർജി നിങ്ങൾക്ക് എൻ്റെ ഡേ ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി 3ാമത്തെ കാര്യം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഏകദേശം രാവിലെ 6 മണിക്ക് ശേഷം നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് സറൗണ്ടിങ്ങിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി സ്ലീപ്പ് ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റുന്നത് നിങ്ങൾ നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ ആ സമയം നിങ്ങൾക്കൊരു 7, 6, 6.5 മണിക്കൂറോ മിനിമം ഉറക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കൂടിയാണ്. അത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ സഹായിക്കും. ഡൈജഷനുമായി ബന്ധപ്പെട്ടും അങ്ങനെ പല ബോഡിലി ആക്ടിവിറ്റീസിൻ്റെ ഒരു റീസെറ്റ് നടത്താനുള്ള സമയം നൽകും എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്കത് എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് വിത്ത് റെസ്പെക്ട് ടു ഏർലി മോർണിംഗ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് വെറും ഒരു എപ്പിസോഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടാനോ വേണ്ടിയല്ല. സ്വന്തമായി പരിശീലിച്ച് അതിൻ്റെ ബെനിഫിറ്റൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരിക. ഇതാണ് ഇന്നത്തെ പ്രൊഡക്ടിവിറ്റി ടിപ്പ് അല്ലെങ്കിൽ ടെക്നിക്ക് എന്നുള്ളത്. അതുകൂടാതെ ഒരു മോട്ടിവേഷണൽ രീതിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നും വിശ്വസിക്കുന്നു. നിർബന്ധമില്ല, ഏതായിരുന്നാലും ഉപദേശം ഉൾക്കൊള്ളുക, മെസ്സേജ് ഉൾക്കൊള്ളുക, നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.